നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതിക്കൊണ്ട് കാനഡയിലെ യങ് ഡണ്ടസ് സ്ക്വയറിൽ മഹാ ഓണം സെപ്റ്റംബർ 7 ശനിയാഴ്ച നടക്കും. മധുരഗീതം FM നടത്തിയ ബ്യൂട്ടി പേജന്റ് മത്സരാർത്ഥികൾ നടത്തുന്ന മഹാനടത്തവും തനത് കേരളീയ കലാരൂപങ്ങളും ഒന്നിക്കുന്ന മഹാ ഓണത്തിലേക്ക് പ്രവേശനം തീർത്തും സൗജന്യമാണ്. ലെവിറ്റേറ്റ് എന്റർടൈൻമെന്റ് സംഘാടകരാകുന്ന മെഗാ ഓണം വടംവലി, മെഗാ തിരുവാതിര എന്നുവേണ്ട കേരള ഗൃഹാതുരതയുടെ ഉത്സവമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ജെറമി ബ്രോഡ്ഹാസ്റ്റ് ഫെഡറൽ ലിബറൽ പാർട്ടിയുടെ ദേശീയ ക്യാമ്പയിൻ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതായി പ്രഖ്യാപിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ട്രൂഡോ വിജയിക്കുമെന്ന് താൻ കരുതുന്നില്ലെന്നും ട്രൂഡോയെ ഇനിയും വിജയിപ്പിക്കാൻ ശേഷിയുള്ള ഒരാളെ തലസ്ഥാനത്തേക്ക് നിയമിക്കണമെന്ന് ജെറമി ബ്രോഡ്ഹാസ്റ്റ് തന്റെ പ്രധാനമന്ത്രിക്കുള്ള തന്റെ രാജിക്കത്തിൽ രേഖപ്പെടുത്തി. കാനഡയിലെ തദ്ദേശീയ സമൂഹങ്ങളിലെ അംഗങ്ങളെ ദ്രോഹിക്കുന്നതിൽ ഡോക്ടർമാർ വഹിച്ച പങ്കിന് ഔദ്യോഗികമായി മാപ്പ് പറയുമെന്ന് കനേഡിയൻ മെഡിക്കൽ അസോസിയേഷന്റെ 155 വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ തദ്ദേശീയ പ്രസിഡന്റായ ഡോക്ടർ അലിക്ക ലഫോണ്ടെയ്ൻ ഉൾപ്പെടെ നിരവധി ഫിസിഷ്യന്മാരുടെ സ്ഥാനാരോഹണ ചടങ്ങിലായിരുന്നു അസോസിയേഷന്റെ ക്ഷമാപണം. ഹെൽത്ത് കാനഡയുടെ ആരോഗ്യ സംവിധാനത്തിൽ ദോഷങ്ങൾ അനുഭവിച്ചിട്ടുള്ള തദ്ദേശീയ കമ്മ്യൂണിറ്റി അംഗങ്ങളോട് നിർവ്യാജം ഖേദിക്കുന്നുവെന്നും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരുമിച്ചായിരിക്കണം മുന്നേറേണ്ടതെന്നും അസോസിയേഷൻ ഓർമ്മിപ്പിച്ചു. തങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്കും സ്റ്റീൽ അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്കും കാനഡ ഏർപ്പെടുത്തിയ താരിഫുകൾ സംബന്ധിച്ച് ലോക വ്യാപാര സംഘടനയിൽ കാനഡയുമായി ചർച്ചയ്ക്ക് അഭ്യർത്ഥിച്ചു ചൈനയുടെ വാണിജ്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ചർച്ചകൾ നടക്കുക. 100%, 25% അധിക താരിഫുകൾ ചുമത്താൻ നിർദ്ദേശിച്ചുകൊണ്ട് കാനഡ WTO നിയമങ്ങൾ അവഗണിക്കുകയും WTOയ്ക്കുള്ളിലെ പ്രതിബദ്ധത ലംഘിക്കുകയും ചെയ്തുവെന്നും WTO നിയമങ്ങൾ പാലിക്കാനും തെറ്റുകൾ ഉടൻ തിരുത്താനും ചൈന കാനഡയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കനേഡിയൻ സർക്കാരിൽ നിന്നുണ്ടായ തണുപ്പൻ പ്രതികരണമാണ് ലോക വ്യാപാര സംഘടനയുടെ ശ്രദ്ധയിലേക്ക് ചൈന വിഷയങ്ങളെ എത്തിക്കാൻ ഇടയാക്കിയത്. കാനഡ ഏറ്റവും പുതിയ സൈനിക പിന്തുണ പാക്കേജിന്റെ ഭാഗമായി ഉക്രൈന് 10,000-കണക്കിന് റോക്കറ്റ് മോട്ടോറുകളും വാർഹെഡുകളും 100ഓളം കവചിത വാഹനങ്ങളുടെ ഡീകമ്മീഷൻ ചെയ്ത് ഷാസിയും സംഭാവന ചെയ്യും. ജൂലൈയിൽ വാഷിംഗ്ടണിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ച $389 മില്യൺ ധനസഹായം കൂടാതെയാണ് പുതിയ സഹായം പ്രഖ്യാപിച്ചത്. ലോസ് ഏഞ്ചൽസിലെ കോടതി ചുമത്തിയ 9 സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും കുറ്റം സംബന്ധിച്ച് US പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ അനധികൃതമായി തോക്ക് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് 3 മാസം മുമ്പ് ഡെലവെയറിൽ വിചാരണ നടന്നിരുന്നു. അന്ന് കുടുംബത്തിന് നേരിടേണ്ടി വന്ന വേദനയും നാണക്കേടും വീണ്ടും ആവർത്തിക്കാതിരിക്കാനാണ് കുറ്റസമ്മതമെന്നാണ് പ്രാഥമിക വിവരം. 5 വർഷത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് ഹണ്ടർ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഹണ്ടർ ബൈഡൻ കടുത്ത മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായിരുന്നുവെന്നും വിദേശത്ത് ഉയർന്ന ശമ്പളമുള്ള കൺസൾട്ടിംഗ് ജോലികൾ നേടുന്നതിനും പണം സമ്പാദിക്കുന്നതിനും കുടുംബ പേര് ഉപയോഗിച്ചതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. നിലവിൽ കുറ്റസമ്മതം നടത്തിയതോടെ ജയിൽ ശിക്ഷ കൂടി നേരിടേണ്ടി വരുമെന്നാണ് കരുതുന്നത്. സാമൂഹ്യ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും. ഇതിനായി 1,700 കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3,200 രൂപ വീതം ലഭിക്കുന്നത്. നിലവിൽ വിതരണം തുടരുന്ന 1 ഗഡുവിനെ പുറമെയാണ് 2 ഗഡു കൂടി അനുവദിച്ചത്. ബുധനാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കളുടെ കൈകളിലെത്തും. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.